Welcome to day 2 of F1 strategies. ഇന്ന് പറയാൻ പോകുന്നത് സേഫ്റ്റി കാർ സ്ട്രാറ്റജിയെ കുറിച്ചാണ്. ഇതൊരു പോപ്പുലറായിട്ട് അറിയപ്പെടുന്ന ഒരു ചീപ്പസ്റ്റ് സ്ട്രാറ്റജി ആയിട്ടാണ്. യൂഷ്വലി സേഫ്റ്റി കാർസ് ഡിപ്ലോയ് ചെയ്യുന്നത് എന്തെങ്കിലും വെതർ ചേഞ്ച് അല്ലെങ്കിൽ ട്രാക്കിൽ എന്തെങ്കിലും ക്രാഷ് ഉണ്ടായിട്ട് അപ്പോൾ സേഫ്റ്റി കാർ ഡിപ്ലോയ് ചെയ്യും. അല്ലെങ്കിൽ ക്രാഷ് ഉണ്ടായി കഴിഞ്ഞ് ട്രാക്കിൽ എന്തെങ്കിലും ഡെബ്രി ആ കാറിന്റെ പാർട്സ് എന്തെങ്കിലും ചിതറിക്കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡെബ്രിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പേഴ്സണൽസ് ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള രീതിയിലാണ് സേഫ്റ്റി കാർസ് ഡിപ്ലോയ് ചെയ്യുന്നത്. ഈ സേഫ്റ്റി കാർ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ടീമുകൾ കാർസ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സ്ലോ സ്പീഡിൽ, അതായത് ഈ സേഫ്റ്റി കാറിന്റെ പുറകിൽ മാർച്ച് ചെയ്ത് പോകണമെന്നാണ്. വൺസ് സേഫ്റ്റി കാർ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർടേക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്പീഡ് ലിമിറ്റിന് കൂടുതൽ കാറുകൾ ഓടിക്കാനോ പറ്റത്തില്ല. സോ നമുക്കറിയാം, പിറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേന് ആ ഒരു പർട്ടിക്കുലർ ഡ്രൈവറിന് ഒരു 20-25 സെക്കൻഡ്സ് നഷ്ടമാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈവർ ഇപ്പൊ P2-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അയാളുടെ തൊട്ട് പുറകിൽ P3-യിലുള്ള ആളൊരു 4 സെക്കൻഡ് ഗ്യാപ്പിലാണ് ഉള്ളതെങ്കിൽ, ഈ P2-യിലുള്ള ആള് ഡ്രൈവർ പിറ്റ് ചെയ്യുമ്പോഴത്തേന് അയാൾക്ക് ഒരു 25 സെക്കൻഡ്സ് ലോസ് ആവും, പിറ്റ് ലൈനിലും പിറ്റ് ചെയ്യുന്നതിനും എല്ലാം കൂടെ. ആ സമയം കൊണ്ട് എന്താ, ആ പുറകിലുള്ള ഡ്രൈവേഴ്സ് എല്ലാം അയാളെ മറികടന്ന് മുമ്പിൽ പോകും. അപ്പോഴാണ് ഈ സേഫ്റ്റി കാർ വന്നു കഴിഞ്ഞാൽ ട്രാക്കിലും ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സ്ലോ സ്പീഡിൽ കാറുകൾക്ക് പോകാൻ പറ്റത്തില്ല. ഓവർടേക്കിങ്ങും ഓവർ ആക്സിലറേഷനും പറ്റത്തില്ല. ആ സമയത്ത് പിറ്റ് ചെയ്ത് ആ പിറ്റ് ചെയ്യുമ്പം പോകുന്ന സമയം ആ ഒരു ഡ്രൈവറിനെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്തില്ല. സോ ഈ ഒരു സ്ട്രാറ്റജിനെ ചീപ്പ് സ്ട്രാറ്റജി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഒരു പർട്ടിക്കുലർ ഗ്രാൻഡ് പ്രിയുടെ ഇടയിൽ ഒരു ക്രാഷ് ഉണ്ടായി. ഇവിടെ സേഫ്റ്റി കാർ ഡിപ്ലോയ് ചെയ്യും. അപ്പൊ ഈ ക്രാഷ് നടന്ന സമയത്ത് ഫസ്റ്റില് മാക്സ് വെർസ്റ്റാപ്പൻ ഉണ്ട്, സെക്കൻഡ് ലൂയിസ് ഹാമിൽട്ടൺ ഉണ്ട്, തേർഡ് ലാൻഡോ നോറിസ്, ഫോർത്തില് ഓസ്കർ പിയസ്ട്രി ഉണ്ട്. ഓക്കെ, അപ്പം ഈ സേഫ്റ്റി കാർ ഡിപ്ലോയ് ചെയ്യുന്നതിന്റെ ആ ഒരു അപ്പം തന്നെ, ഡിപ്ലോയ് ചെയ്ത അപ്പം തന്നെ മെക്ലാരൻ എന്ത് ചെയ്യും, ഈ ലാൻഡോ നോറിസിനെ പിറ്റ് ചെയ്യും. ഓക്കെ, പിറ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള സോഫ്റ്റ് ടയേഴ്സ് ഇടും. സോഫ്റ്റ് ടയേഴ്സിന്റെ പ്രത്യേകത സ്പീഡായിട്ടുള്ള ടയറാണ്. ലാൻഡോയെ അപ്പം പിറ്റ് ചെയ്താൽ ലാൻഡോയ്ക്ക് ആ പൊസിഷനും ലോസ് ആവത്തില്ല, എന്ന് പറഞ്ഞാൽ ഫ്രഷ് ടയേഴ്സ് കൊണ്ട് ട്രാക്കിൽ തിരിച്ചു വരാനും പറ്റും. പക്ഷെ അപ്പം നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് അല്ലെങ്കിൽ മാക്സ് പിറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ലൂയിസ് പിറ്റ് ചെയ്തില്ല. കാരണം മാക്സ് ഫസ്റ്റിലാണ്, ലീഡറാണ്, P1-ലാണ് പോകുന്നത്, ടോപ്പിലാണ് പോകുന്നത്. അതല്ല, P1-ൽ പോകുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഫ്രഷ് എയർ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, പിന്നെ പിന്നിലുള്ളത് ഹാമിൽട്ടൺ ഒരു 2 സെക്കൻഡ് ഗ്യാപ്പിലാണെന്ന് വെച്ചു. ആ സമയത്ത് മാക്സിന് പിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് അതിനവര് അങ്ങനെ ഒരു റിസ്ക് അവർ എടുക്കത്തില്ല. പക്ഷെ മെക്ലറിൻ അത് ചെയ്യാം. കാരണം P3-യിലാണ്, ലാൻഡോ P3-യിലാണ് ഉള്ളത്. ആ സമയത്ത് ലാൻഡോയുടെ കുറച്ച് ആ ഒരു സേഫ്റ്റി കാർ വരുന്നതിന് മുമ്പൊന്നും അടുത്തൊന്നും പിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഫ്രഷ് ടയർ ഇട്ട് കഴിഞ്ഞാൽ ലാൻഡോയ്ക്ക് സേഫ്റ്റി കാർ തിരിച്ചു വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പുള്ളി ചെയ്യുമ്പോഴത്തേന് ലാൻഡോയ്ക്ക് ഫ്രഷ് ടയറാണ്, വളരെ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്ത് പൊസിഷൻ ഗെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ സേഫ്റ്റി കാറിന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിലും ഒരു ഡ്രൈവറിന് മനഃപൂർവ്വം ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് സേഫ്റ്റി കാറിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഹ്യൂജ് പെനാൽറ്റിയാണ്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് 2008 സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിയിൽ. റെനോയുടെ ഡ്രൈവറായ നെൽസൺ പിക്വേ ജൂനിയർ മറ്റ് ക്രൂ മെമ്പേഴ്സും കൂടെ ഒരു പ്ലാൻ ഇട്ടു. പറഞ്ഞാൽ റേസിന്റെ ഇടയിൽ ഡെലിബറേറ്റ്ലി ഒരു ക്രാഷ് ഉണ്ടാക്കി. അപ്പൊ സേഫ്റ്റി കാർ വരില്ല. പ്ലാന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കോ ഡ്രൈവറായ ഫെർണാണ്ടോ അലോൺസെ ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അലോൺസ് അറിയുന്നില്ലായിരുന്നു. നെൽസണും ബാക്കി ക്രൂ മെമ്പേഴ്സും കൂടി ഇട്ടൊരു പ്ലാനായിരുന്നു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് FIAക്ക് ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള കോൺസ്പിറസി മനസ്സിലായിട്ട് ആ എൻ്റെ ഒരു ടീമിനുള്ള ക്രൂ മെമ്പേഴ്സിനെ സസ്പെൻഡ് ചെയ്തു ഫ്രണ്ടിൽ. അടുത്തതാണ് ഈ സേഫ്റ്റി കാർ പോലെ തന്നെ വിർച്വൽ സേഫ്റ്റി കാർ. ഈ വിർച്വൽ സേഫ്റ്റി കാർ എപ്പോഴാണ് ഡിപ്ലോയ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാക്കിൽ എന്തെങ്കിലും ഒരു മൈനർ ആയിട്ടുള്ള ക്രാഷ് ഉണ്ടായി ട്രാക്കിലുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഷൽസ് വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം VSC എനേബിൾ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറിന് എന്തെങ്കിലും ടെക്നിക്കലായിട്ട് പ്രശ്നം വന്ന് ട്രാക്കിന്റെ മിഡിലിൽ നിന്നുപോയി, ആ സമയത്തും VSC ഡിപ്ലോയ് ചെയ്യും. VSC വിർച്വൽ സേഫ്റ്റി കാർ ആ പേര് പോലെ തന്നെ വിർച്വൽ ആണ്. മീൻസ് അപ്പോൾ
സേഫ്റ്റി കാർ പോലെ ഒരു ഫിസിക്കലായിട്ടൊരു കാറ് മുമ്പിൽ പോകത്തില്ല, വിർച്വലാണ്. ഈ വിർച്വൽ സേഫ്റ്റി കാർ കോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, ഫ്രണ്ടിലുള്ള ഡ്രൈവറിന് നല്ലോണം ആക്സിലറേറ്റ് ചെയ്തു പോകാൻ പറ്റും. അതുകൊണ്ട് ഈ സേഫ്റ്റി കാർ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്രയും പെർഫെക്റ്റ്ലി ഈ ഒരു സ്ട്രാറ്റജി VSC ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തൊരു F1 സ്ട്രാറ്റജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.